जैसे वो आया ना सबसे पहले मैं पानी बांट रहा था सर. पानी बांट रहे थे. Sir, what do you think of the lathi charge that took place yesterday? I think it's utterly disgraceful. This should not have happened. Against a non-violent protest, there is no question that people have no right, the police have no right to conduct a lathi charge. Sir, there are students who... पुलिस ने सर we have seen पुलिस ने लड़कियों को सर बहुत गलत तरीके से टच किया है. कपड़े फाड़ दिए सर उनके कपड़े RSS people also here. They are having the lathi. They are not हमें ऐसे नजर से देख रहे हैं जैसे हम कीड़े हैं सच में. सर the lathi was like hit by the nail and if अगर वो किसी को मारेंगे तो फिर पूरा बदन से निकल जाएगा पूरा. The level of brutality they have done to students and like preparing for civil services, UPSC, NET के लिए prepare. Sir, it's too much. നീറ്റ് പരീക്ഷ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെയും വ്യവസ്ഥിതിയുടെയും വഞ്ചനയാണ് വിദ്യാർത്ഥികൾ നേരിടുന്നതെന്ന് കോൺഗ്രസ് MP ശശി തരൂർ ആരോപിച്ചു. This is a really unfortunate situation. As I said yesterday, what Parliament is for discussion. We have a number of issues that are burning up the nation, including this capital city. We've seen what happened yesterday. And in these circumstances, if Parliament is not the forum to discuss them, then what is the forum? I mean, I have to tell you, the government's being unfortunately very stubborn about these things. And I think the Speaker should just take matters in his own hands and resolve this deadlock in Parliament by inviting an open discussion on the entire situation. The student protests, the hunger strike, the lathi charge, the violence against 100 people are in Ram Manohar Lohia Hospital. How can you ignore such a matter? How can you refuse to let Parliament function? It is unconscionable on the part of the government. I think the government should now immediately have a discussion in the House. Our leader of the opposition is prepared to speak. He is now telling the media and all this. I think you should really now move on to using Parliament as a forum for democracy and getting the nation's business discussed before the nation. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് MP ശശി തരൂർ. സ്വന്തം ഭാവിക്കായി കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികളെ അവർ വിശ്വസിച്ച വ്യവസ്ഥിതി വഞ്ചിച്ചുവെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് നിരാഹാര സമരത്തിലാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്ന് തരൂർ വിമർശിച്ചു. ധാർമ്മിക അധികാരം നഷ്ടപ്പെട്ട സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ തിങ്കളാഴ്ച നടന്ന ലാത്തിചാർജിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ നടപടികളാണ് ഉണ്ടായതെന്നും ജന്തർ മന്ദർ സന്ദർശിച്ച ശേഷം അദ്ദേഹം വ്യക്തമാക്കി. മഫ്തിയിലുള്ള പോലീസുകാർ ആണിയടിച്ച ലാത്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതായി ഒരു പെൺകുട്ടി തന്നോട് പറഞ്ഞതായി തരൂർ വെളിപ്പെടുത്തി. പ്രതിഷേധക്കാർക്ക് കുടിവെള്ളം വിതരണം ചെയ്ത ഒരു യുവാവിനും തലയ്ക്കും കണ്ണിനും താഴെ മർദ്ദനമേറ്റതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കോൺഗ്രസ് വിദ്യാർത്ഥികളെ ആയുധമാക്കുകയാണെന്ന BJPയുടെ ആരോപണം അസംബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരായ അണ്ണാ ഹസാരെയുടെ സമരത്തെ ആയുധമാക്കിയാണ് BJP അധികാരത്തിൽ വന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൗരന്മാരുടെ താൽപര്യങ്ങളെ ഹനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നും പാർലമെന്റിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ട് ശശി തരൂർ സോനം വാങ്ചുക്കിന് തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.